ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോയുടെയും നമ്മുടെയും അമ്മയായ പരിശുദ്ധ അമ്മ മാതാവിനെ പറ്റി അമ്മയെ ഒത്തിരി സ്നേഹിച്ച വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ്. ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ അമ്മയുടെ കരത്തിൽ പിടിക്കുന്നു. ജപമാല ചൊല്ലി കഴിയുമ്പോൾ അമ്മ മാതാവ് നമ്മുടെ കരത്തിൽ പിടിച്ച് നമ്മളെ വഴി നടത്തുന്നു എന്ന്. ഈ കാലഘട്ടത്തിൽ നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും സഭയുടെയും നാശത്തെ ആഗ്രഹിക്കുന്ന പൈശാചിക ശക്തികൾക്കെതിരെ പടപൊരുതുവാൻ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് ജപമാല ചൊല്ലി ഈശോയോട് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറുവാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പങ്കുവച്ചൊരു കാര്യമാണ്. ഈ സഹോദരൻ ഇത് പറയണമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഈ സഹോദരൻ ഒരു പെങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പെങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ ഏതൊരു പെന്തക്കോസ്ത് സഭയിലെ ഒരു സഹോദരൻ ഇവരുടെ വീട്ടിൽ വന്നിട്ട് ഇവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാത്തത് നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കരുത്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം, അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവരാദ്യം ഇതൊന്നും വിശ്വസിച്ചില്ല. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞതെല്ലാം തള്ളിക്കളഞ്ഞു. അപ്പോൾ ഈ വന്ന ഈ സഹോദരൻ ഇവരോട് പറഞ്ഞു, ബൈബിളില് മാതാവിനെ പറ്റി മോശമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. എന്നിട്ട് ഈ വന്ന സഹോദരൻ ഇവരോട് പറഞ്ഞു, വെളിപാടിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 5-ാം തിരുവചനം ഇപ്രകാരം പറയുന്നത്, അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നിഗൂഢ നാമം എഴുതപ്പെട്ടിരുന്നു, മഹാബാബിലോൺ, വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന്. ഇത്രയും മോശമായിട്ട് മാതാവിനെ പറ്റി എഴുതിയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ബൈബിളിനെ പറ്റി ഒത്തിരി അറിവില്ല എന്ന് ഇവർ പറഞ്ഞു. അത് ശരിയാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ വരാം, ഞങ്ങൾക്കും രക്ഷിക്കപ്പെടണം എന്നിങ്ങനെ പറഞ്ഞ് ഇവരുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും വേണ്ടിയൊക്കെ പെന്തക്കോസ്ത് സഭയിൽ പോയി ചേർന്നു. ഇവരിതിങ്ങനെ പോയി ചേർന്നതിന് ശേഷം ഈ സഹോദരന് വല്ലാത്ത വിഷമവുമായി. കാരണം ഒരു പെങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഈ സഹോദരന് പരിശുദ്ധ അമ്മയോട് ഒത്തിരി പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയെ ഒത്തിരി സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ആദ്യം ഈ സഹോദരൻ ഈ പെങ്ങളോട് ദേഷ്യമൊക്കെ തോന്നി, ഇങ്ങനെ മാതാവിൽ നിന്ന് അകന്നു പോയതുകൊണ്ടൊക്കെ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം, ഈ പെങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, ഒരിക്കലും പെങ്ങളോട് ദേഷ്യമൊന്നും വെക്കരുത്. കാരണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദേഷ്യമൊന്നും അങ്ങനെ ദേഷ്യം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് പുലർത്തുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുമെന്നൊക്കെ ഇങ്ങനെ ഈ സഹോദരനോട് ഇങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ ഒത്തിരി വ്യക്തികൾ ഈ വെളിപാട് 17:5 വചനമൊക്കെ വായിച്ചിട്ട്, കാരണം ഇവരൊരു പുസ്തകം അടിച്ചിറക്കിയിട്ടുണ്ട്, മഹാബാബിലോൺ, വേശ്യകളുടെ മാതാവ് എന്ന് പറഞ്ഞു. കാരണം പലരും ഇത് വായിച്ചു കഴിയുമ്പോൾ ഇവരാദ്യം ചിന്തിക്കുന്നത്, അത് ശരിയാണല്ലോ, മാതാവിനെ പറ്റി ഇത്ര മോശമായിട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളോട് കൂടെ വന്ന് ചേരാമെന്ന് പറഞ്ഞ് പലരും ഇവരുടെ കൂടെ പോയി ചേർന്ന് രക്ഷിക്കപ്പെടാൻ വേണ്ടി പോയവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ബൈബിള് ശരിയായി വായിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. വെളിപാട് 17:5 പറയുന്ന ഈ മാതാവ് അല്ലെങ്കിൽ ബാബിലോൺ, വേശ്യകളുടെ, ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെയും ഈശോയുടെയും അമ്മയായ പരിശുദ്ധ അമ്മ മാതാവിനെ പറ്റിയല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ബൈബിള് നല്ലപോലെ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 7-ാം തിരുവചനം എടുത്ത് വായിക്കുമ്പോൾ വചനം ഇപ്രകാരം പറയുന്നു, ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിന്റെ കൈകളിൽ ബാബിലോൺ, അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചു. പ്രിയപ്പെട്ടവരെ, റോമാ നഗരത്തിന്റെ പ്രതീകാത്മക നാമമായിരുന്നു ബാബിലോൺ എന്ന്. ആ കാലഘട്ടത്തില് വിഗ്രഹാരാധന നടത്തി ദൈവത്തിൽ നിന്ന് ഒത്തിരി ജനങ്ങൾ അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ വിഗ്രഹാരാധനയൊക്കെ നടത്തുന്നതിനെ വേശ്യാവൃത്തിയായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന ഈ മഹാബാബിലോൺ ഒരിക്കലും നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മ മാതാവിനെ പറ്റിയല്ല. മഹാബാബിലോൺ എന്നത് സത്യാരാധനയെ എതിർക്കുന്ന വ്യാജമതങ്ങളുടെയും രാഷ്ട്രീയ സ്വാധീനങ്ങളുടെയും സംയോജിത രൂപമാണ് മഹാബാബിലോൺ എന്നത്. ഒരിക്കലും പരിശുദ്ധ അമ്മ മാതാവിനെ പറ്റിയല്ല ഈ വെളിപാട് 17:5 പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് പറയുമ്പോൾ
വചനം വായിക്കാതെ വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഉൾക്കൊള്ളാതെ ചാടിപ്പുറപ്പെട്ട് ഇപ്പം രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞ് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ മാതാവ് എത്രമാത്രം വിഷമിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രിയപ്പെട്ട ജോൺ പോൾ മാർപ്പാപ്പ പരിശുദ്ധ അമ്മ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് വെടികു തീർക്കുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ ജോൺ പോൾ മാർപ്പാപ്പയെ താങ്ങിപ്പിടിച്ച് നിൽക്കുന്നതായിട്ടൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ മാതാവിൽ നിന്ന് അകന്ന് ഇതുപോലെ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പോയ സഹോദരി സഹോദരന്മാരൊക്കെ ഉണ്ടെങ്കിൽ സത്യം എന്താണെന്ന് ബൈബിൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് സത്യസഭയിലേക്ക് തിരിച്ചു വരുവാനും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളേക്ക് നേടുന്നവരായിട്ട് മാറുവാനും ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിന്നെ ഒരു കാര്യം, ഈ പരിശുദ്ധ അമ്മ മാതാവിനെ പറ്റി മോശമായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ പോലും കുറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അവരിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഇങ്ങനെ പോകത്തില്ല. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് ഇവരുടെ ഉള്ളിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. പരിശുദ്ധ അമ്മ മാതാവിന്റെ കരം പിടിച്ച് ജപമാല ചൊല്ലി ഈശോയോട് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറുവാൻ, ഈ കാലഘട്ടത്തിൽ പൈശാചിക ശക്തികൾക്കെതിരെ പടപൊരുതുവാൻ, ആത്മാക്കളെ നേടുവാൻ, സ്വർഗരാജ്യം വളർത്തുന്നവരായിട്ട് മാറുവാൻ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.